നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയെ വിറപ്പിച്ചുകൊണ്ട് ട്രംപ് നൽകിയ അന്ത്യശാസനത്തിന് പിന്നാലെ മസ്കറ്റിൽ വെച്ച് നിർണായക ആണവ വിഷയത്തിൽ ചർച്ചകൾ നടത്താൻ ഇരു രാജ്യങ്ങളും ധാരണയായിരിക്കുകയാണ്. ഇന്ന് ഒമാനിലെ മസ്കറ്റിൽ വെച്ച് രാവിലെ 10 മണിക്കാണ് ചർച്ചകൾ ആരംഭിക്കുന്നത്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗചി ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്. അമേരിക്കൻ ഉദ്യോഗസ്ഥരും ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. നേരത്തെ ചർച്ചകളുടെ സ്ഥാനം സംബന്ധിച്ച തർക്കം മൂലം ചർച്ചകൾ മുടങ്ങുമെന്ന് തോന്നിയിരുന്നുവെങ്കിലും അറബ് രാജ്യങ്ങളുടെയും മുസ്ലിം നേതാക്കളുടെയും ഇടപെടലിലൂടെയാണ് ഇത് വീണ്ടും പാളത്തിലെത്തിയത്. ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ സൈനിക നടപടി നേരിടേണ്ടി വരുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു. ഖമേനി പേടിക്കണോ എന്ന ചോദ്യത്തിന് അദ്ദേഹം തീർച്ചയായും വലിയ പേടിയിലായിരിക്കണം എന്നാണ് ട്രംപ് എംബസിയിൽ ന്യൂസിനോട് പ്രതികരിച്ചത്. ട്രംപിന്റെ കൊലവിളി തുടരുകയാണ്. ഖമേനി പേടിക്കണം കേട്ടോ എന്ന ഒറ്റ വാചകം കൊണ്ട് ട്രംപ് തന്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. കഴിഞ്ഞ ജൂലൈ 12 ദിവസത്തെ യുദ്ധത്തിൽ ഇറാന്റെ ആണവ പ്ലാന്റുകൾ തകർത്ത അമേരിക്ക ഇനിയും പുതിയ പ്ലാന്റുകൾ തുടങ്ങാൻ ശ്രമിച്ചാൽ ഈ ഭവിഷ്യത്ത് ഗുരുതരമായിരിക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാന്റെ ശ്വാസം മുട്ടിക്കുന്ന ഉപരോധങ്ങൾ നീക്കണമെങ്കിൽ ആണവ മോഹം ഉപേക്ഷിക്കുക മാത്രമല്ല, മിസൈൽ പരീക്ഷണങ്ങളും ഈ പ്രോക്സി ഗ്രൂപ്പുകൾക്കുള്ള പിന്തുണയും അവസാനിപ്പിക്കണമെന്നാണ് അമേരിക്കയുടെ ആവശ്യം. രക്തത്തിൽ കുളിച്ച ഇറാൻ തെരുവുകൾ. ഇറാന്റെ ആഭ്യന്തര സാഹചര്യം ഈ ചർച്ചകളിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇക്കഴിഞ്ഞ മാസങ്ങളിൽ നടന്ന സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളെ ഇറാൻ സൈന്യം നേരിട്ടത് അതിക്രൂരമായാണ്. മനുഷ്യാവകാശ സംഘടനകളുടെ കണക്കനുസരിച്ച് 6400-ലധികം പ്രതിഷേധക്കാർ കൊല്ലപ്പെട്ടു. അതിൽ 164 കുട്ടികളും ഉൾപ്പെടുന്നു. കറൻസിയുടെ മൂല്യം തകർത്തതും ജീവിത ചെലവ് ഉയർത്തുന്നതും ജനങ്ങളെ തെരുവിലിറക്കി. ഇന്റർനെറ്റ് വിച്ഛേദിച്ചുകൊണ്ട് ജനങ്ങളെ അടിച്ചമർത്തുന്ന ഇറാന്റെ രീതിയെയും ചർച്ചയിൽ ചോദ്യം ചെയ്യുമെന്ന് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കി. ഒമാൻ സമാധാനത്തിന്റെ പാലമാകുമോ എന്നാണ് ചോദ്യം. ഗൾഫ് മേഖലയിലെ നിർണായക മധ്യസ്ഥരായ ഒമാന്റെ ഇടപെടലാണ് ചർച്ചകൾ വീണ്ടും സജീവമാകുന്നത്. സൗദി ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ അമേരിക്കയുടെ ഇറാനെതിരായ സൈനിക ഭീഷണി തൽക്കാലം ഒഴിവാക്കാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എന്നാൽ ഇറാൻ ഉദ്യോഗസ്ഥരെ വിശ്വസിക്കാൻ കഴിയില്ലെന്ന നിലപാടിലാണ് ട്രംപ് ഭരണകൂടം. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ആണവായുധങ്ങൾ വേണ്ടെന്ന കാര്യത്തിൽ ട്രംപും തങ്ങളും യോജിക്കുന്നുവെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗചി പറയുമ്പോഴും ഉപരോധങ്ങൾ നീക്കാതെ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് ഇറാൻ വ്യക്തമാക്കുന്നു. എന്നാൽ അമേരിക്കയുടെ സൈനിക കരുത്തിന് മുന്നിൽ ഖമനേയി മുട്ടുമടക്കുമോ അതോ ട്രംപ് മുന്നറിയിപ്പ് നൽകിയതുപോലെ മേഖലയിൽ ഒരു മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുമോ എന്നതാണ് വരും മണിക്കൂറുകളിൽ ലോകം ഉറ്റുനോക്കുന്നത്. ഏതായാലും പാകിസ്ഥാനിൽ നിന്നുകൂടി ഒരു വാർത്ത വരുന്നുണ്ട്. US-ഉം ഇന്ത്യയും തമ്മിലുള്ള പുതിയ വ്യാപാര കരാർ രാജ്യാന്തര തലത്തിൽ ചർച്ചയാകുന്നതിനിടയിൽ US-ഉമായുള്ള ബന്ധത്തിനായി വിട്ടുവീഴ്ചകൾ ചെയ്തതിൽ അയൽരാജ്യമായ പാകിസ്ഥാനിൽ ഭരണകൂടത്തിനെതിരെ ജനരോക്ഷം ഇരമ്പുന്നു. US-ഉമായി ഇന്ത്യ ഒപ്പിട്ട പുതിയ വ്യാപാര കരാറും അതിന് പിന്നാലെ പാകിസ്ഥാന് നേരിടേണ്ടി വന്ന തിരിച്ചടികളുമാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. ട്രംപിനോട് പാക് പ്രധാനമന്ത്രിയും സൈനിക മേധാവിയും അമിതമായ വിധേയത്വം കാട്ടിയിട്ടും പാകിസ്ഥാൻ ലഭിച്ചതിനേക്കാൾ മികച്ച പരിഗണന ഇന്ത്യക്ക് ലഭിച്ചതാണ് പാക് പൗരന്മാരെയും രാഷ്ട്രീയ നിരീക്ഷകരെയും പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 2-ന് പ്രഖ്യാപിച്ച പുതിയ വ്യാപാര നയമനുസരിച്ച് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് US ഏർപ്പെടുത്തിയിരിക്കുന്ന തീരുവ 18%. എന്നാൽ പാകിസ്ഥാൻ ഉൽപ്പന്നങ്ങൾക്ക് ഇത് 19% തുടരുന്നു. വെറും ഒരു ശതമാനത്തിന്റെ വ്യത്യാസമല്ലേ എന്ന് തോന്നുമെങ്കിലും ആഗോള വിപണിയിൽ ഇത് വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ട്രംപിനെ നോബൽ സമ്മാനത്തിന് ശുപാർശ ചെയ്തും സമാധാന ബോർഡിൽ ഉൾപ്പെടുത്തിയും സ്വാധീനിക്കാൻ ശ്രമിച്ച പാകിസ്ഥാന് ഈ ഒരു ശതമാനത്തിന്റെ അധിക ഭാരം കടുത്ത നയതന്ത്ര പരാജയമായാണ് വിലയിരുത്തപ്പെടുന്നത്. പാകിസ്ഥാൻ സർക്കാരിന്റെയും സൈനിക നേതൃത്വത്തിന്റെയും പരാജയത്തെ പരിഹസിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ഉമർ അലി എന്ന എക്സ് ഉപഭോക്താവ് പാക് സൈനിക മേധാവി ജനറൽ അസിം മുനീറിനെതിരെ രൂക്ഷമായ പരിഹാസമാണ് ഉയർത്തിയത്. ട്രംപും മോദിയും ഒന്നിച്ചുള്ള ഈ മാസികയുടെ കവർ ചിത്രത്തിന് മുന്നിൽ അപൂർവ ധാതുക്കളുടെ പെട്ടിയുമായി നിൽക്കുന്ന ഫീൽഡ് മാർഷലിന്റെ AI ചിത്രം പങ്കുവെച്ചുകൊണ്ട് പാകിസ്ഥാന്റെ അവസ്ഥയെ വഞ്ചിക്കപ്പെട്ട ഒരു കാമുകിയോട് അദ്ദേഹം ഉപമിച്ചു. സെയിൽസ്മാൻ ഇൻ ചീഫ് തന്ത്രം പരാജയപ്പെട്ടു. അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ധാതുക്കൾ തടികൊണ്ടുള്ള പെട്ടിയിലാക്കി നൽകാം, പക്ഷേ അത് നൽകി ബഹുമാനം വാങ്ങാൻ കഴിയില്ല എന്ന് അദ്ദേഹം കുറിച്ചു. അങ്ങനെ ആ കുറിപ്പിൽ നിന്നുമാണ് ഇപ്പോഴുള്ള ചർച്ചകൾ പ്രധാനമായും ഉയരുന്നത്.
ട്രംപ് ഫീൽഡ് മാർഷലിനെ ഒരു കാമുകിയെ പോലെയാണ് പരിഗണിച്ചത്. അവർ തന്റെ കാമുകനെ എല്ലാ നിയമവിരുദ്ധവും വൃത്തികെട്ടതുമായിട്ടുള്ള ജോലികൾ ചെയ്യിക്കുകയും എന്തെങ്കിലും കൊടുക്കാനോ വാങ്ങാനോ സമയം വരുമ്പോൾ എന്റെ കുടുംബത്തിന്റെ തീരുമാനം അനുസരിക്കാൻ ഞാൻ നിർബന്ധരാകുന്നു എന്നേ പറയുകയുള്ളൂ. എന്റെ ശരീരം ഭർത്താവിൻ്റെതായിരിക്കും, പക്ഷേ എന്റെ ആത്മാവ് എപ്പോഴും നിങ്ങളുടേതായിരിക്കുമെന്ന് പരിഹസിക്കുകയും മോദിയും ട്രംപും ഒന്നിച്ചു പ്രത്യക്ഷപ്പെടുന്ന മാസികയുടെ കവറിന് മുന്നിൽ ഫീൽഡ് മാർഷൽ അസീം മുനീർ അപൂർവ ധാതുക്കളുടെ പെട്ടിയുമായി നിൽക്കുന്ന ഒരു AI ചിത്രവും പങ്കുവച്ചിട്ടുണ്ട്. US-ഉമായി പാകിസ്ഥാൻ മാസങ്ങളോളം നടത്തിയ നീണ്ട ഔദ്യോഗിക ചർച്ചകൾക്കൊന്നും കാര്യമായ ഫലം കണ്ടിട്ടില്ലെന്ന് വിമർശനങ്ങൾ പറയുന്നു. US പ്രസിഡന്റ് ട്രംപിന് നൊബേൽ സമാധാന സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യുകയും സമാധാന ബോർഡിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തുന്നതിനെ പിന്തുണയ്ക്കുകയും ചെയ്ത നടപടികൾ ഉണ്ടായിട്ടും ഇന്ത്യയെ അപേക്ഷിച്ച് ഉയർന്ന തീരുവ ഭാരം നേരിടുകയാണ് പാകിസ്ഥാൻ. ട്രംപിന്റെ സമ്മർദ്ദങ്ങൾക്കിടയിലും ഇന്ത്യ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിന്നതായി പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇതിനിടെ ഇന്ത്യ ഗേറ്റിന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒന്നിച്ചുള്ള ഫീച്ചർ പ്രസിദ്ധീകൃതമായ മാസികയുടെ മുഖചിത്രത്തിന്റെയും ചിത്രങ്ങൾ ട്രംപ് പങ്കുവച്ചു. നിരവധി സമൂഹ മാധ്യമ പോസ്റ്റുകളിലൂടെ അതിനുശേഷം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 18% തീരുവ ഏർപ്പെടുത്തുമെന്നും ഇത് പാകിസ്ഥാന്റെ ഈ നിരക്കിനേക്കാൾ 1% കുറവാണെന്നും ട്രംപ് വെളിപ്പെടുത്തുകയും ചെയ്തു. എന്നാലും ആ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് പാകിസ്ഥാനിൽ നിന്നും ഇത്തരം ചർച്ചകളും വരുന്നത്. മുൻ പാക് മന്ത്രി ഹമദ് അസ്ഹാർ കരാറിനെ സാഹചര്യപരമായ പരാജയമായിട്ടല്ല, തന്ത്രപരമായ പരാജയമായാണ് ചിത്രീകരിച്ചത്. 21ാം നൂറ്റാണ്ടിലെ വിദേശ നയം കാഴ്ചപ്പാടുകളെയോ വ്യക്തിബന്ധങ്ങളെയോ കുറിച്ചുള്ളതല്ല. ഇത് സാമ്പത്തിക ശക്തി, തീരുവകൾ, വിപണി പ്രവേശനം എന്നിവ ഉപയോഗപ്പെടുത്തുന്നതിനെ കുറിച്ചാണ്. യൂറോപ്യൻ യൂണിയനും US-ഉമായുള്ള ഇന്ത്യയുടെ സമീപകാല വ്യാപാര ഇടപാടുകൾ ഇത് തെളിയിക്കുന്നുണ്ട്. ഈ മുഖസ്തുതിയും ഫോട്ടോ ഓപ്പറേഷനുകളും ഉപയോഗശൂന്യമാണ്, അസ്ഹാർ എക്സിൽ കുറിച്ചു. ഫെബ്രുവരി 2 പ്രഖ്യാപിച്ച കരാറിൽ ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതികൾക്കുള്ള തീരുവ 18% കുറച്ചു. അതേസമയം പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും സൈനിക മേധാവി ജനറൽ അസീം മുനീറും തുടർച്ചയായ ലോബിംഗ് നടത്തിയിട്ടും പാകിസ്ഥാന് 19% തീരുവ നിരക്ക് നേരിടേണ്ടി വരുന്നുവെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇപ്പോഴും